അതോടൊപ്പം തന്നെ അൻവറിന്റെ കാര്യം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഷബീർ, കഴിഞ്ഞ തവണ PV അൻവറിന് ലീഡ് നേടിക്കൊടുത്ത പഞ്ചായത്തുകളാണ് ഇവ. അതായത് അൻവറിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാരാണ് അവിടെയുള്ളത്. ആ വോട്ട് എത്രത്തോളം അൻവറിന് ഇത്തവണ ലഭിക്കുമെന്നുള്ളത് വളരെ നിർണായകമാണ്. അങ്ങനെ അൻവർ കൂടുതൽ വോട്ട് ഈ പഞ്ചായത്തുകളിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അത് കൂടുതലും LDFന്റെ വോട്ടുകളാവും എന്ന് UDF കരുതുന്നു. അങ്ങനെ വിജയത്തിലേക്ക് കുറച്ചുകൂടി ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് UDF പങ്കുവെക്കുന്നത്. അങ്ങനെയുള്ള പ്രതീക്ഷ UDFന് പങ്കുവെക്കാൻ മാത്രം വോട്ട് അൻവർ നേടുമോ എന്നുള്ളതാണ് ചോദ്യം. നൗഫലെ, UDFന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രതീക്ഷയാണ് TMC ക്യാമ്പ് ഈ പഞ്ചായത്തുകളിൽ നടത്തുന്നത്. കരുളായി ഒഴികെയുള്ള 3 പഞ്ചായത്തുകളിൽ അവർക്ക് ഉള്ളത്. അതായത് അവരുടെ കണക്ക് പ്രകാരം, അവരുടെ ഒരു പ്രാഥമിക കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബൂത്ത് തലത്തിലുള്ള കണക്കൊന്നുമല്ല, അവരുടെ ഏകദേശ കണക്ക്, ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഏകദേശ കണക്കാണ്. പോത്തുകല്ലിൽ 2000-ഉം അമരമ്പലത്ത് 2000-ഉം ഇതുപോലെ എടക്കരയിൽ 2000 വോട്ടുകളും അൻവർ നേടുമെന്നാണ് അവരുടെ കണക്ക്. അത് ശ്രദ്ധിക്കണം, അമരമ്പലത്തെല്ലാം CPM വലിയ തരത്തിൽ പ്രതീക്ഷ വെക്കുന്ന പഞ്ചായത്താണ്. അവിടെ 2000 വോട്ടുകൾ മാത്രമേ ആകെ ലഭിക്കൂ എന്നാണ് TMC ക്യാമ്പ് കണക്കൂട്ടുന്നത്. അതുപോലെ തന്നെയാണ് പോത്തുകല്ലിലും എടക്കരയിലും 2000 വീതം വോട്ടുകൾ മാത്രം PV അൻവർ പിടിക്കുമെന്നാണ് അവരുടെ കണക്ക്. അത്തരമൊരു കണക്കിലേക്ക് എത്താൻ കാരണം കൂടിയുണ്ട്. LDFും UDFും നേരിട്ട് ശക്തമായ മത്സരം വരുന്ന പഞ്ചായത്തുകളാണ് ഇവ എന്നവർ കണക്ക് കൂട്ടുന്നു. കാരണം ആ നിലയ്ക്കുള്ള പ്രചാരണം LDFും UDFും അവിടെ ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വിജയത്തെ, ഭൂരിപക്ഷത്തെ എല്ലാം നിർണ്ണയിക്കാൻ കഴിവുള്ള പഞ്ചായത്തുകളാണ്. ആ നിലയ്ക്കാണ് ആ പഞ്ചായത്തുകൾ കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ LDFും UDFും മത്സരിച്ച് നടത്തി. അപ്പോൾ ആ നിലയ്ക്ക് 2000 വോട്ടുകൾ വീതമാണ് ഈ 3 പഞ്ചായത്തുകളിൽ TMC ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, കരുളായി പഞ്ചായത്തിൽ TMC ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് 3500 വോട്ടുകൾ ലഭിക്കുമെന്നാണ്. അത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ ചില അടിയൊഴുക്കുകൾ 2 ഭാഗത്തു നിന്നും, LDFിൽ നിന്നും UDFിൽ നിന്നും ഉണ്ടാകും, തനിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് TMC ക്യാമ്പ് PV അൻവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കരുളായി പഞ്ചായത്തിൽ നിന്ന് മാത്രം 3500 വോട്ടുകൾ നേടുമെന്നാണ് അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ നേടുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ LDFിനും UDFിനും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറായി PV അൻവർ അവിടെ നിലനിൽക്കുന്നതാണ് വസ്തുത. ഇത് ഏറ്റവും പ്രാഥമിക കണക്കാണ്, ഏറ്റവും കുറഞ്ഞ കണക്കാണെന്നും TMC ക്യാമ്പ് പറയുന്നുണ്ട്. അങ്ങനെ ഈ മൊത്തത്തിൽ, അതായത് ഈ പഞ്ചായത്തുകളും നഗരസഭയും ഉൾപ്പെടെ ഏതാണ്ട് 25,000-ന് മുകളിലേക്ക് PV അൻവർ വോട്ട് പിടിക്കുമെന്നാണ് അവരുടെ കണക്ക്. എന്തായാലും അത് അറിയാൻ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി